നമസ്കാരം. ശ്രീലേഖ മാഡം മേയർ ആവാത്തതിൽ സങ്കടപ്പെട്ട് കൊങ്ങികളും കമ്മികളും ഒരു സേട്ടനെ കൊണ്ട് കാശ് കൊടുപ്പിച്ചിട്ട് എന്തൊക്കെയോ പറയിപ്പിക്കുന്നു. നമുക്കത് ആദ്യം കേട്ടിട്ട് ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നാലും നമ്മുടെ DGP മാഡത്തിന്റെ കാര്യം ആലോചിക്കാൻ വയ്യ. ഇന്നലെ രാത്രി ഈ സമയത്ത് നാളെ രാവിലെ തൊട്ട് ഞാൻ മേയറാണെന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കട്ടിലിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഇന്ന് രാവിലെ കുപ്പായമൊക്കെ എടുത്തിട്ട് മേയറായി. ഞാനിതാ അടുത്ത ആ മേയറായി കസേരയിൽ ഇരുന്ന ഉടൻ തന്നെ എൻ്റെ മോഡിജിയെ സ്വീകരിക്കാൻ വേണ്ടി നേരെ എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി തയ്യാറായി നിന്നതാണ്. ഇപ്പം എന്ത് വേണം? സംഘികളെ കുറിച്ച് മാഡത്തിന് വലിയ അറിവില്ല. സംഘികളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ അധികാരം ഉപയോഗിച്ച് പോക്കറ്റുകൾ വീർപ്പിക്കുക എന്നതിനപ്പുറം വേറെ ഒരു ചിന്തയില്ല. അങ്ങനെ ഉള്ളവരുടെ മുന്നിൽ, അതായത് ഈ തലസ്ഥാന നിവാസികൾക്ക് മുന്നിൽ ഇതാ DGP മേയർ വരാൻ പോകുന്നു എന്നുള്ള പ്രചരണമൊക്കെ നടത്തി നാട്ടുകാരെ കുപ്പിയിൽ ഇറക്കിയതിന് ശേഷം മാഡത്തിനെ കറിവേപ്പില പോലെ എടുത്ത് എറിഞ്ഞു കളഞ്ഞല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാം? വെറും കൗൺസിലറുടെ ജോലി എന്ന് പറഞ്ഞാൽ ഓട വൃത്തിയാക്കണം. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാൽ എന്താണ് മാഡം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, മാഡം ആ വീടുകളിൽ പോയി നിന്ന് അത് ക്ലീൻ ചെയ്യാനുള്ള പരിപാടി വരെ ഇനി ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ശാസ്തമംഗലം വാർഡിൽ നിന്ന് പല പല കോമഡികൾ, പല പല പൊട്ടിത്തെറികളൊക്കെ കാണാനുള്ള അവസരം ഉണ്ടാക്കട്ടെ. എന്തായാലും സംഘികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ആശ കൊടുത്ത് പറ്റും. എന്തായാലും BJPയുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ ആരും ശ്രീലേഖ മാഡം ആണ് അവിടുത്തെ മേയർ എന്ന് പറഞ്ഞിട്ട് മത്സരിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സമയത്ത്, ഈ മത്സരിക്കുന്ന സമയത്ത് കുറെ പ്രൊഫൈലുകൾ ഞാൻ കണ്ടിരുന്നു. ഈ സ്ത്രീ ഒരിക്കലും ജയിച്ചു വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന അന്തംകമ്മികളുടെയും കൊങ്ങികളുടെയും ഒക്കെ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. എന്തായാലും അവർ ജയിച്ചു വന്ന് BJPയുടെ നേതൃത്വം VV രാജേഷിനെ അവിടുത്തെ മേയറാക്കി. അദ്ദേഹത്തിന് ഒരുപാട് വർഷങ്ങൾ പരിചയമുണ്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചും ഈ പാർട്ടിക്ക് വേണ്ടിയും. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പകുതി ഭാഗം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പം അങ്ങനെ ഒരാൾ നിൽക്കുമ്പോഴത്തേക്കും ശ്രീലേഖ മാഡത്തിനെ ഒറ്റയടിക്ക് ഈ പറയണ ഈ മേയറാക്കൂ എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ആക്കൂല എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ബാക്കി കൊങ്ങികൾക്കും കമ്മികൾക്കൊക്കെയാണ് ഈ പറഞ്ഞ ശ്രീലേഖ മാഡത്തിനെ മേയറാക്കാതെയുള്ള സങ്കടം. വല്ലാത്ത സങ്കടമാണത്. ഇതുവരെ ഒരു മനുഷ്യന്മാർ പോലും പറഞ്ഞിട്ടില്ല അവരിത് മേയർ സ്ഥാനാർത്ഥി. പണ്ട് പിണറായി വിജയൻ ഭരിച്ചപ്പോൾ നമ്മുടെ അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഒരു തെരഞ്ഞെടുപ്പ്, അത്രയൊന്നും ഇല്ലല്ലോ. നിങ്ങളൊക്കെ വിചാരിച്ചത് BJP എന്ന് പറഞ്ഞ പാർട്ടി ഒരു സ്ഥലത്തും വരൂല എന്നുള്ളതാണ്. വരികയും ചെയ്ത് അവിടെ ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അവർ നോക്കിക്കോളൂ. എന്തിനാ നിന്നെപ്പോലുള്ള പെയ്ഡ് ചാനലുകൾ ഇതൊക്കെ പാടി പറഞ്ഞ് ഇത് ആരെ കേൾപ്പിക്കാനാണ്? അന്തംകമ്മികളെ അല്ലെങ്കിൽ കൊങ്ങികളെ? മോനെ ഒന്ന് ഒതുങ്ങ്, അതാണ് നിനക്ക് നല്ലത്. ഓക്കെ, നന്ദി, നമസ്കാരം.